ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ള പിറ്റത്തെ ദിവസമാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്നാൽ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകും. എപ്പോഴെങ്കിലുമൊക്കെ ഷോർട്സ് വീഡിയോ ഒക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിങ്ങനെ വീഡിയോ എടുക്കാനോ നിൽക്കൂല കേട്ടോ. പിന്നെ ഫോൺ എടുത്തിട്ട് കുട്ടികൾ കളിയിലും അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം നെയ്ച്ചോറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ നെയ്ച്ചോറ് കുറച്ച് ഉണ്ടാക്കിയിട്ട്, കാരണം രാവിലെ ബീഫും അതുപോലെ പുട്ടും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ നെയ്ച്ചോറുണ്ടാക്കി. അപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ അധികം ആളിലെത്താത്താണ് വേറെ പോയില്ല, അവിടെ കേട്ടോ. അപ്പോൾ ഇനി പിറ്റത്തെ ദിവസം കല്യാണമാണേനും. അപ്പോൾ അന്ന് രാത്രി കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് രാത്രി പോയിട്ടില്ല, കുറച്ചാൾ പോയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുട്ടികളായിട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് പോയിട്ടില്ല കേട്ടോ. കുറച്ചുണ്ട് വിട്ടാണ്. പിന്നെ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നിട്ട്. അമ്മായിൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ എനിക്കും കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വീട്ടിൽ കൊണ്ട് വന്നുങ്ങാണ്ട് പോകാമെന്ന് കരുതി. പിന്നെ ഉപ്പാക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വെയ്യാഞ്ഞിട്ട് ഒരു ആനോഗ്രാമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഉപ്പാൻ്റെ അടുത്തും കൂടി ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വീട്ടിൽ എളുപ്പം വന്നത്. വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഒരു അത്ഭുത സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടാ. പിന്നെ ഇത് നമ്മളെ സപ്പോർട്ടന്മാരാണ്. ഇത് നാടൻ സപ്പോർട്ട് ഉണ്ടല്ലോ, അതാണ്. അത്യാവശ്യം നന്നായിട്ടുള്ള വലിയ മരമാണ് കേട്ടോ. അടിയിൽ നിന്ന് തന്നെ അങ്ങനെ പടർന്ന് പിടിച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ കിണറിനോട് എടുത്താണ്. ഇത് ഇടയിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഇതാ സപ്പോർട്ടൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കായ്ച്ചിട്ടുണ്ട്, ഇടയിലൊക്കെ കായ്ച്ചിട്ടുണ്ട്. നല്ല മധുരമാണ് കേട്ടോ ഇതിന്മേൽ ഉണ്ടാവുന്ന സപ്പോർട്ട. അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയ കായകളാണേനും കിളികളൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ടുപോകും കേട്ടോ. പിന്നെ അതുപോലെ ഈ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ കഴിഞ്ഞ പ്രാവശ്യം നല്ല മധുരമായിരുന്നു. കാണുമ്പോൾ പച്ചയാണെങ്കിലും നല്ല മധുരമാണ്. ഇപ്രാവശ്യത്തെ പിന്നെ ചണ്ടി പോലെ ആയിട്ട് വല്ലാതെ കണ്ട് മധുരം ഉണ്ടാവില്ല കേട്ടോ. ചിലതായാലും വേണ്ടിയിട്ട് ചിലത് ഇടയിലൊക്കെ നല്ല മധുരം ഉള്ളതും കിട്ടിയെന്ന് കേട്ടോ. വെള്ളമുള്ളത്, വെള്ളമൊന്നും ഇല്ലാതെ ചണ്ടി പോലെയാണ് കേട്ടോ ചിലതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം എന്തോന്നറിയില്ല അങ്ങനെ ആയിട്ടുണ്ടായത്. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഇതിമൊക്കെ ഇങ്ങനെ കാണിച്ചതാണ്. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ എല്ലാ കളിയിലാണ്. പിന്നെ 2-3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ വന്നതിൻ്റെ ശേഷം നമ്മളെ ഫോണും കേടുന്നിട്ടോ. ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് വീണതാണ്. അപ്പോൾ ഡിസ്പ്ലേ ആദ്യമൊക്കെ ഒന്നിങ്ങനെ മിന്നി കളിച്ചിങ്ങാണ്ട് നിൽക്കുന്നു കേട്ടോ. പിന്നെ അത് ഫുള്ളായിട്ടാണ്ട് പോവുകയും ചെയ്ത്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ഫോൺ ശരിയാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് കാണിച്ചിട്ടുള്ളൂ. പിന്നെ അന്ന് കല്യാണത്തിന് പോയതും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അപ്പോൾ കല്യാണം നല്ല രസമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഇവിടെ നിന്ന് നടന്ന് പോയിട്ട് ഓഡിറ്റോറിയത്തിൽ കുറച്ചാണ് നടന്നാൽ മതി. എല്ലാവരും കൂടി വീട് അടച്ചിട്ട് ഞങ്ങളെല്ലാവരും പോയിരുന്നു കല്യാണത്തിന്. നല്ല രസമായിരുന്നു. അപ്പോൾ അടിപൊളി അവിടെ ചെന്നിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഭക്ഷണങ്ങളും അടിപൊളി വലിയ കല്യാണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി വന്ന് അങ്ങനെ പിറ്റത്തെ ദിവസമാണ് ഇത്താത്താൻ്റെ മോന് ഡൽഹിയിൽ നിന്ന് വന്നത്. അവന് മൊബൈലിൻ്റെ ഇതിന് പഠിക്കുക അവിടെ ഉണ്ടോ അവൻ്റെ വർക്ക് ഇപ്പോൾ. അപ്പോൾ അവിടുന്ന് വന്നത്. അപ്പോൾ അവന് വന്നതിൻ്റെ ശേഷം ഫോൺ ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ദിവസം കൂടി അവിടെ നിന്ന് അങ്ങനെ ഓന് വന്നതിൻ്റെ ശേഷം ഫോണൊക്കെ പിന്നെ ഓനാണ് ശരിയാക്കി തന്നത്. അതിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒരേ ചെറിയ വീഡിയോ മാത്രം എടുത്താണ്. പിന്നെ നമ്മൾ പിറ്റത്തെ ദിവസമായിട്ട് പോകണം. അപ്പോൾ ഓന് വന്നതിൻ്റെ ശേഷം അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഉച്ചക്ക് പിന്നെ അവിടെ നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ഓന് വന്നതിൻ്റെ ശേഷം. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് അരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കിയിട്ടുണ്ടായിരുന്നു. മോള് കണ്ടില്ലേ, മോള് അവിടുന്ന് ഒന്നും കഴിക്കൂല കേട്ടോ. അവിടെ പുതിയ വീട്ടിൽ വന്നിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നതിൻ്റെ ശേഷം അവിടെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ചാടിക്കാൻ. അപ്പോൾ ഒന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഫോണിന് അപ്പോഴൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫോൺ ശരിയാക്കിയത്. അപ്പോൾ താത്താൻ്റെ വീട് ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ട് ഒരുപാട് 2 ദിവസം നിന്നിട്ടാണെങ്കിലും ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാണാൻ തന്നെ നല്ല ഉഷാറുണ്ട് കേട്ടോ. പിന്നെ രാത്രി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പാക്കോ കഴിക്കുകയും ചെയ്യാം. ഞാനും ചപ്പാത്തി തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഉപ്പാക്ക് ചിക്കൻ കറി ഉണ്ട് കൊടുക്കുക. അപ്പോൾ അതുണ്ടായിരുന്നു. ചപ്പാത്തിയും കൂടി കഴിച്ച്. അപ്പോൾ നെയ്ച്ചോറ് വെച്ച ദിവസം പിന്നെ പിറ്റേന്ന് നമ്മൾ പിറ്റേ ദിവസം അരി ഒന്നും കൂടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ അല്ല രാത്രിയിലൊന്നും മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ വാർപ്പൊക്കെ ഒന്നും കണ്ട് ചൂടായതിൻ്റെ ശേഷം അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഒന്നും കൂടി നീർത്തിടാൻ വേണ്ടിയിട്ട് ഇതിന് മുകൾക്ക് കീറിയതാണ് കേട്ടോ. പിന്നെ അധികം വീഡിയോ ഒന്നും ഇവിടെ വന്നതിൻ്റെ ശേഷം എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്നും കണ്ട് മാത്രമായിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഞാൻ വിചാരിക്കും അതൊക്കെ ഉണ്ടായിട്ട് എടുക്കാമെന്നല്ലോ എന്ന് വിചാരിക്കും. അതൊക്കെ മറന്ന് പോകട്ടെ വീഡിയോ എടുക്കാൻ. ഇന്നത്തെ ദിവസം ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് തന്നെ പോവുകയാണ്. പിന്നെ നമ്മളെ വീട് കണ്ടില്ല, തറവാട് വീടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ വീടൊന്നും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കാണാൻ പറ്റില്ലല്ലോ. അതുപോലെ വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഏത് സമയത്തും നമുക്ക് എടുത്ത് നോക്കാമല്ലോ അല്ലേ, വീഡിയോയിൽ ഇങ്ങനെ കാണാമല്ലോ വീട്. അപ്പോൾ ഇത് താത്താൻ്റെ വീട് എടുത്ത് തന്നെയാണ്. പിന്നെ ആങ്ങൾക്ക് ഇനിയിപ്പോൾ വീടുണ്ടാക്കണത് കുറച്ചുണ്ട് അപ്പുറത്തേക്കാണ് കേട്ടോ.
അപ്പം ഇനി ഇതിൽ ആരെ ഉണ്ടാവുക എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഇതിന് മുകളിൽ നന്നായിട്ട് ഇലയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ മരത്തുമെന്ന്. വീണ്ടിൽ അടിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കാഴ്ച, അങ്ങനെ മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഇതാ നാത്തൂന് ഇവിടെ പഴംപൊരിയൊക്കെ പൊരിക്കണം കേട്ടോ. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ നമ്മളുടെ പൂരിയാണ്. അപ്പോൾ മോനക്ക് സ്കൂളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ നിന്നതാണ്. പോകാനൊക്കെ തന്നെ എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. രാവിലെയൊക്കെ ബസ് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകാൻ നല്ല മടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ